നിങ്ങളൊക്കെ ടെൻഷൻ വരുമ്പോൾ സാധാരണ എന്താ ചെയ്യുക? നമുക്കെല്ലാവർക്കും ഓരോ മാനറിസംസ് ഉണ്ട് ടെൻഷൻ വരുമ്പോൾ. ഞാനൊക്കെ സാധാരണ ടെൻഷൻ വരുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന എൻ്റെ വിരലുകൾ തമ്മിൽ ഞെട്ടയൊടിക്കും, നക്കിൾസ് ക്രാക്ക് ചെയ്യും അല്ലേ? പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ ജോയിൻസ് എൻ്റെ വിരലുകൾ പിടിച്ചമർത്തുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത്? വിരലുകളിലെ ജോയിൻസ് മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ നമ്മൾ കൈ നിവർത്തുമ്പോൾ, കാല് നിവർത്തുമ്പോൾ, കഴുത്ത് ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ, ചിലർക്ക് പുറകു വശത്ത് ഈ ശബ്ദം കേൾക്കാറുണ്ട്. ഞെട്ട ഒടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയാം, ഞങ്ങളൊക്കെ ഞെട്ട വിടുക അല്ലെങ്കിൽ ഞെട്ട ഒടിക്കുക എന്ന് പറയും. എന്തുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത് അറിയാവോ? ഇന്ന് ഞാനത് പറഞ്ഞുതരാം. നമ്മുടെ ബോഡിയിലെ ബോൺസിൻ്റെ ജോയിൻസിൽ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. എല്ലുകൾ തമ്മിലുള്ള സുഗമമായ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ നമ്മുടെ ജോയിൻസിൽ നമ്മൾ കൈയോ കാലോ ഒക്കെ മൂവ് ചെയ്യുമ്പോൾ രണ്ട് എല്ലുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ കുറച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് മൂവ്മെൻറ്റ് പോസിബിളാക്കി തരികയാണ് സൈനോവിയൽ ഫ്ലൂയിഡ് ചെയ്യുന്നത്. പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ അളവ് പയ്യെ കുറയുന്നു. അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ രണ്ട് എല്ലുകൾ തമ്മിൽ, ആ ജോയിൻറ്റിലുള്ള രണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസി ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് മൂലം തേയ്മാനം സംഭവിച്ച് കാൽമുട്ടുകൾക്കും കൈമുട്ടുകൾക്കുമൊക്കെ വേദന വരുന്നത്. നമ്മുടെ വിരലുകളിലുള്ള ജോയിൻസ് നമ്മൾ ഞെക്കുമ്പോൾ എന്താ സംഭവിക്കുക? സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ ബലം കൊടുത്താണ് നമ്മൾ ആ വിരലുകൾ അമർത്തുന്നത്. അപ്പോൾ സാധാരണയുള്ളതിനേക്കാളും കൂടുതൽ നീളത്തിൽ നമ്മൾ നീളത്തിലല്ല, കൂടുതൽ അകലത്തിൽ നമ്മൾ ഈ രണ്ട് ബോൺസിനെ അകത്തുന്നു, കൂടുതൽ പ്രഷർ കൊടുത്ത്. ആ സമയം ഇവയ്ക്കിടയിലെ ആ ജോയിൻറ്റിലെ പ്രഷർ വല്ലാണ്ട് താഴുന്നു. ആ സമയം എന്താ സംഭവിക്കുക? സൈനോവിയൽ ഫ്ലൂയിഡിൽ നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ തുടങ്ങിയ ഒരുപാട് ഗ്യാസസ് പ്രസൻ്റാണ്. ഈ ഗ്യാസസ് ഒരു പർട്ടിക്കുലർ ലെവലുള്ള പ്രഷർ കൊണ്ടാണ് ആ ഗ്യാസസ് ആ ഫ്ലൂയിഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ബലം കൊടുത്ത് ഞെക്കി ഈ ജോയിൻറ്റിലെ പ്രഷർ കുറയ്ക്കുമ്പോൾ ഈ ഗ്യാസസ് പയ്യെ സൈനോവിയൽ ഫ്ലൂയിഡിൽ നിന്നും വെളിയിൽ വരുന്നു, അതായത് ഒരു ബബിൾ ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഈ ബബിൾ ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ ഞെട്ടയൊടിക്കുക എന്ന് പറയുന്ന ആ ശബ്ദം കേൾക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു സോഡ ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യാം. കാർബണേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡ്രിങ്ക്സിലും നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് എന്ന വാതകം വളരെ ഹൈ പ്രഷറിലാണ് നമ്മൾ നിർബന്ധിച്ച് ഈ ലിക്വിഡിനകത്ത് നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിച്ച് വളരെ ഹൈ പ്രഷർ കൊടുത്ത് ഈ കുപ്പി അടച്ച് വെച്ച് അതിനകത്ത് ഗ്യാസിനെ നിലനിർത്തുകയാണ്. എപ്പോഴാണോ നമ്മൾ ആ കുപ്പിയുടെ മൂടി തുറക്കുക, അപ്പോൾ ഈ ഗ്യാസ് വളരെ ഫോഴ്സോടുകൂടി വെളിയിൽ വരുന്നു. ഡിസോൾവ് ചെയ്യിപ്പിച്ചിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഈ സോഡയിൽ നിന്നും വെളിയിലോട്ട് വളരെ ഫോഴ്സിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ ഈ പത പോലെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഫിഗർ നിങ്ങൾക്ക് കാണാമല്ലോ. കൊക്കക്കോളയുടെ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പത പോലെ പതഞ്ഞു പൊങ്ങുന്നത് ഈ കൊക്കക്കോള ലിക്വിഡിനകത്ത് നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിച്ച് വെച്ചിരുന്ന ഹൈ പ്രഷറിൽ വെച്ചിരുന്ന ഗ്യാസ് എസ്കേപ്പ് ആവാൻ നോക്കുന്നതാണ്. ഇതേ ഫിനോമിനയാണ് നമ്മുടെ ജോയിൻസിലും നമ്മൾ ഞെട്ടവിടുമ്പോൾ കാണുന്നത്. നമ്മൾ ഞെക്കി പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ ഈ സൈനോവിയൽ ഫ്ലൂയിഡിലുള്ള എയർ ബബിൾസ് ഫോം ചെയ്യുന്നു. അതാണ് നമ്മുടെ ഈ സൗണ്ടിൻ്റെ സംഗതി. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഒരു തവണ നമ്മൾ ഈ ഞെട്ട വിട്ട് സൗണ്ട് കേട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും നമുക്ക് രണ്ടാമതൊന്നും ഞെട്ട വിടാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്ന ആ ബബിൾസ് വീണ്ടും നമ്മുടെ സൈനോവിയൽ ഫ്ലൂയിഡിൽ ഡിസോൾവ് ആകണം. നമ്മൾ ആ ജോയിൻസിൽ കൊടുക്കുന്ന പ്രഷർ അത് വീണ്ടും തിരിച്ച് പഴയ പ്രഷറിനോട് സമമായി കഴിയുമ്പോൾ മാത്രമേ വീണ്ടും ഈ ബബിൾസ് തിരിച്ച് ഡിസോൾവ് ആവത്തുള്ളൂ. എന്നിട്ട് വീണ്ടും ഞെട്ട വിട്ടാൽ വീണ്ടും ശബ്ദം കേൾക്കും. അപ്പോൾ ഇതാണ് റീസൺ. പൊതുവെയുള്ളൊരു മിസ്കൺസെപ്റ്റാണ് ഞൊട്ട വിടുന്നതിൻ്റെ ഫലമായി നമുക്ക് ആർത്രൈറ്റിസ് എന്ന രോഗം പിടിപെടും. ഇത് ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ഡൊണാൾഡ് അങ്കർ, ഈ ഇമേജിൽ കാണുന്ന ഈ വ്യക്തി, പുള്ളി 50 വർഷക്കാലത്തോളം സ്ഥിരമായി ഒരു കൈയിൽ മാത്രം, ലെഫ്റ്റ് ഓർ റൈറ്റ്, ഒരു കൈയിൽ മാത്രം സ്ഥിരമായി ഞൊട്ട വിടുമായിരുന്നു, മറ്റേ കൈയിൽ ഞൊട്ട വിടില്ലായിരുന്നു. അപ്പോൾ 50 വർഷത്തിന് ശേഷമുള്ള പുള്ളിയുടെ ഒബ്സർവേഷൻ അനുസരിച്ച് പുള്ളിക്ക് 2 കൈയിലും ആർത്രൈറ്റിസ് എന്ന രോഗം ബാധിച്ചിട്ടില്ല. ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ആർത്രൈറ്റിസിന് ഞൊട്ട വിടുന്നതുമായി യാതൊരു ബന്ധവും ഇല്ല. അതുമാത്രമല്ല, ഞൊട്ട വിടുന്നതിന് പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടെന്നും ഇതുവരെ കണ്ടുപിടുത്തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞൊട്ട വിട്ട് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളൊരു കാര്യവുമാണ്.
നമ്മൾ ജോയിൻസ് അമർത്തുമ്പോൾ എന്തുകൊണ്ടാണ് ശബ്ദം കേൾക്കുന്നത്, ക്രാക്കിംഗ് ദ നക്കിൾസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, എന്തുകൊണ്ടാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്നുള്ള വിവരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൂടി ഇന്ന് കിട്ടിയ പുതിയൊരു നോളജ് പകർന്നു കൊടുക്കുക. അതേപോലെ ഡു കണ്ടിന്യൂ വാച്ചിങ് മൈ ലെക്ചേഴ്സ് ഫോർ ന്യൂ നോളജ്. അപ്പോൾ വീണ്ടും മറ്റൊരു ലെക്ചറുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.